HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അമേയ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. കാശ്മീരിന് സംസ്ഥാന പദവി നൽകാൻ കേന്ദ്ര സർക്കാർ. മെഡിസപ്പ് വഴി അടിയന്തര ചികിത്സ. എംപാനൽ ചെയ്യാത്ത ആശുപത്രികളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ്. അധാർമികം, പക്ഷേ ശിക്ഷിക്കാനാകില്ല. ബോർഡ് നിലപാട്. പുരപ്പുറ സോളാർ പദ്ധതികൾക്ക് തിരിച്ചടിയെന്ന് ആശങ്ക. ട്രംപൻ തീരുവ. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കേരളം മുന്നിൽ. വോട്ടർ പട്ടികയിൽ അപേക്ഷാ പ്രളയം. പേര് ചേർക്കാൻ അപേക്ഷിച്ചവർ 16 ലക്ഷം. മെഡിസെപ്പ് വർഷം 5 ലക്ഷം രൂപ വരെ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. കാശ്മീരിന് സംസ്ഥാന പദവി നൽകാൻ കേന്ദ്ര സർക്കാർ. ബിൽ ഉടൻ പാർലമെന്റിൽ. കേസ് വെള്ളിയാഴ്ച സുപ്രീം കോടതിയിൽ. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകുന്നതിനായി പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതിന്റെ 6ാം വാർഷികമായിരുന്നു ചൊവ്വാഴ്ച. സുപ്രീം കോടതി വെള്ളിയാഴ്ച കാശ്മീർ വിഷയം പരിഗണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഞായറാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചത് കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് റിപ്പോർട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന് അംഗീകാരം നൽകി ഈ മാസം 21-ന് അവസാനിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം. മെഡിസപ്പ് വഴി അടിയന്തര ചികിത്സ. എംപാനൽ ചെയ്യാത്ത ആശുപത്രികളുടെ എണ്ണം വർദ്ധിപ്പിക്കും. മെഡിസെപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് എംപാനൽ ചെയ്യാത്ത ആശുപത്രികളിൽ അടിയന്തര ചികിത്സ തേടാനുള്ള പട്ടിക വിപുലപ്പെടുത്താൻ മന്ത്രിസഭയുടെ അംഗീകാരം. ഈ ആശുപത്രികളിൽ പണമില്ലാതെയുള്ള ചികിത്സ അനുവദിക്കില്ല. പകരം റീപേഴ്സ്മെന്റായി തുക അനുവദിക്കും. അടിയന്തര ഘട്ടത്തിൽ എംപാനൽ ചെയ്ത് ആശുപത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സേവനം ഉപയോഗിക്കേണ്ടത്. ഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ്. അധാർമികം, പക്ഷേ ശിക്ഷിക്കാനാകില്ല. കലാലയത്തിൽ ഗാന്ധി പ്രതിമയുടെ മുഖത്ത് ക്രിസ്മസ് ആഘോഷത്തിനിടെ കൂളിംഗ് ഗ്ലാസ് വെച്ച വിദ്യാർത്ഥിയുടെ നടപടി അധാർമികമാണെങ്കിലും ശിക്ഷിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ദേശീയ ബഹുമതികളെ അധിക്ഷേപിക്കുന്നത് തടയുന്ന 1971-ലെ നിയമത്തിൽ ശിക്ഷിക്കാൻ വകുപ്പില്ലെന്ന് വിലയിരുത്തിയാണ് ഉത്തരവ്. ശിക്ഷിക്കാൻ വകുപ്പില്ലാത്തതിനാൽ വിദ്യാർത്ഥിയുടെ പേരിലുള്ള കേസും ജസ്റ്റിസ് VG അരുൺ റദ്ദാക്കി. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ മൗലികമായ ചില ചുമതലകളാൽ നിയന്ത്രിതമാണെന്ന് വിദ്യാർത്ഥി ഓർക്കണമായിരുന്നുവെന്നും ഹൈക്കോടതി പറഞ്ഞു. ബോർഡ് നിലപാട്. പുരപ്പുറ സോളാർ പദ്ധതികൾക്ക് തിരിച്ചടിയെന്ന് ആശങ്ക. പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് തുല്യമായ പരിഗണന പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്കും നൽകണമെന്ന KSEBയുടെ നിലപാട് സോളാർ പദ്ധതികളെ തളർത്തുമെന്ന് ആശങ്ക. എന്നാൽ കേന്ദ്ര ഊർജ മന്ത്രാലയവും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും നിശ്ചയിച്ച പുനരുപയോഗ ഊർജ ലഭ്യതയിലേക്ക് KSEB എത്തുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും KSEB. സംസ്ഥാനത്ത് 2029 മുതൽ 30-ൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ പകുതി പുനരുപയോഗ ഊർജമാകണമെന്നും അതിന്റെ 4% വൈദ്യുതി സംഭരിച്ച് ഉപയോഗിക്കാൻ സംവിധാനം വേണമെന്നുമാണ് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യം. ട്രംപൻ തീരുവ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായധനം നൽകുകയാണെന്നാരോപിച്ച് ഇന്ത്യക്ക് 25% അധിക തീരുവ പ്രഖ്യാപിച്ച US. ഇതു സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഒപ്പിട്ടു. ഓഗസ്റ്റ് 1-ന് പ്രഖ്യാപിച്ച 25% പകരച്ചുങ്കം കൂടിച്ചേർത്ത് ഇന്ത്യൻ ചരക്കുകൾക്കുള്ള US തീരുവ ഇതോടെ 50ആയി ഉയർന്നു. പകരച്ചുങ്കം വ്യാഴാഴ്ചയും അധിക തീരുവ 21 ദിവസത്തിനകവും പ്രാബല്യത്തിൽ വരും. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ സമവായമുണ്ടാക്കുന്നതിനു വേണ്ടിയാണ് 21 ദിവസത്തെ സമയം. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കേരളം മുന്നിൽ. KN ബാലഗോപാൽ. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കേരളം മുന്നിലാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കേരള മീഡിയ അക്കാദമിയുടെ മാധ്യമ പ്രതിഭാ സംഘവും നവീകരിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു ഇദ്ദേഹം.
2024-25 വർഷത്തെ ഫെലോഷിപ്പും കോവിഡ് കാലത്ത് മാറ്റിവെച്ച 2019-20 വർഷത്തെ ഫെലോഷിപ്പ് ജേതാക്കൾക്കുള്ള മൊമെന്റവും അക്കാദമി നടത്തിയ വാർത്താ അവതരണ മത്സര വിജയികൾക്കുള്ള സമ്മാനവും മന്ത്രി സമ്മാനിച്ചു. വോട്ടർ പട്ടികയിൽ അപേക്ഷാ പ്രളയം. പേര് ചേർക്കാൻ അപേക്ഷിച്ചവർ 16 ലക്ഷം. തദ്ദേശ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചത് 16 ലക്ഷത്തോളം പേർ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതീക്ഷകളെ തെറ്റിച്ച എണ്ണമാണിത്. കരട് വോട്ടർ പട്ടികയിലെ 10 ലക്ഷത്തോളം വോട്ടർമാരുടെ കുറവ് നികത്തുമെന്ന് ഇതോടെ ഉറപ്പായി. അപേക്ഷിച്ചവരുടെ വാദം കേൾക്കലിനു ശേഷം അന്തിമ പട്ടികയിൽ 15 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ ഉണ്ടാകുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ. കോവിഡ് കാലമായിരുന്ന 2020-ലെ തിരഞ്ഞെടുപ്പിൽ 14 ലക്ഷത്തോളമായിരുന്നു പുതിയ അപേക്ഷകർ. മെഡിസെപ്പ് വർഷം 5 ലക്ഷം രൂപ വരെ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിലൂടെ വർഷം 5 ലക്ഷം രൂപ വരെ ചികിത്സയ്ക്ക് നൽകാൻ മന്ത്രിസഭാ തീരുമാനം. ഓരോ വർഷവും 5 ലക്ഷത്തിന്റെ ചികിത്സ എന്ന വ്യവസ്ഥയോടെ 2 വർഷത്തേക്കായിരിക്കും ഇൻഷുറൻസ് കമ്പനിയുമായുള്ള കരാർ. 2 വർഷം പ്രീമിയത്തിലും ചികിത്സാ പാക്കേജ് നിരക്കിലും 5% വർധന ഉണ്ടാകും. വർഷം 3 ലക്ഷം രൂപ നിരക്കിൽ 3 വർഷത്തേക്കുള്ള കരാറാണ് ഇപ്പോഴുള്ളത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. കാശ്മീരിന് സംസ്ഥാന പദവി നൽകാൻ കേന്ദ്ര സർക്കാർ. മെഡിസെപ്പ് വഴി അടിയന്തര ചികിത്സ. എംപാനൽ ചെയ്യാത്ത ആശുപത്രികളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ്. അധാർമികം, പക്ഷേ ശിക്ഷിക്കാനാകില്ല. ബോർഡ് നിലപാട്. പുരപ്പുറ സോളാർ പദ്ധതികൾക്ക് തിരിച്ചടിയെന്ന് ആശങ്ക. ട്രംപൻ തീരുവ. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കേരളം മുന്നിൽ. വോട്ടർ പട്ടികയിൽ അപേക്ഷാ പ്രളയം. പേര് ചേർക്കാൻ അപേക്ഷിച്ചവർ 16 ലക്ഷം. മെഡിസെപ്പ് വർഷം 5 ലക്ഷം രൂപ വരെ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. 8Dയിലെ ഷിഫ മിർസ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ കൂടാതെ മറ്റേത് രാജ്യത്തെ കൂടിയാണ് ഡെഡ് എക്കണോമി എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം റഷ്യ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതായിരുന്നു? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.